So guys, you're on Technofactory with me Sumod and welcome to third part of Let's Build conclusion episode ആണ്. ഇന്ന് നമ്മൾ ബയോസ് അപ്ഡേറ്റ് എങ്ങനെ ചെയ്യും, ഒരു പി സി ബിൽഡ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത്, ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാം, വിൻഡോസ് ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യുന്നത്, വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മളൊരു ഫുൾ പി സി ആയിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബിൽഡ് ചെയ്തത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു പി സി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ള ഒരു ബേസിക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടങ്ങുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം പറയാനുണ്ട്. വീഡിയോയിലെ ചില പാർട്സ്, അതായത് വിൻഡോസ് ഇൻസ്റ്റലേഷന് മുമ്പേ ഉള്ള പാർട്സ് കുറച്ച് ക്ലിയർ അല്ല. കാരണം ഇത് ഡയറക്റ്റ് മോണിറ്റർ ഞാൻ ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്താണ്. വിൻഡോസ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ചെയ്തത്. സോ അതുകൊണ്ട് അത് ക്ലിയർ ആണ്. പക്ഷേ വിൻഡോസ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ബയോസിന്റെ കാര്യങ്ങളും അതൊന്നും നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റത്തില്ല. വിൻഡോസ് ഒന്നും ഇൻസ്റ്റാൾ ആയിട്ടില്ല. സോ മോണിറ്ററിന്റെ ബ്രൈറ്റ്നസും റിഫ്രഷ് റേറ്റ് അനുസരിച്ച് ഞാൻ ക്യാമറ ആക്ച്വലി സെറ്റ് ചെയ്യാൻ മറന്നുപോയായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ അധികം അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നോക്കിയപ്പം ക്യാമറയിലൊക്കെ നോക്കിയപ്പോൾ ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇത് എഡിറ്റിങ്ങിന് വേണ്ടി എല്ലാം ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റലേഷനും വിൻഡോസ് ഡ്രൈവേഴ്സും എല്ലാം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് മൊത്തം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അത് ചില പാർട്സ് ക്ലിയർ അല്ല. നമുക്കറിയാം മോണിറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പിക്സലായിട്ട് കാണാറുണ്ട്. സോ ചില പാർട്സ് അങ്ങനെയാണ് കാണുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ടെക്സ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും പാർട്ട് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ആ ക്ലിയർ അല്ലാത്ത പാർട്ട് എന്താണെന്നുള്ളത് ഞാൻ ടെക്സ്റ്റും ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ ടെക്സ്റ്റും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക വീഡിയോടൊപ്പം തന്നെ. എന്തായാലും ലെറ്റ്സ് ബിൽഡിന്റെ പാർട്ട് 3 നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ പുതിയതായിട്ട് ബിൽഡ് ചെയ്ത ഒരു പി സി ബൂട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ആയിരിക്കും കാണുന്നത്. റീബൂട്ട് ആൻഡ് സെലക്ട് പ്രോപ്പർ ബൂട്ട് ഡിവൈസ് ഓർ ഇൻസേർട്ട് ബൂട്ട് മീഡിയ ഇൻ സെലക്ടഡ് ബൂട്ട് ഡിവൈസ് ആൻഡ് പ്രസ് എനി കീ എന്ന്. സോ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് നോർമൽ തന്നെയാണ്. കാരണം നമ്മൾ ഇതിൽ വിൻഡോസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ബൂട്ട് ഡിവൈസ് ഇതിൽ റിക്കഗ്നൈസ് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ഇത് നോർമൽ തന്നെയാണ്. സോ ഇത് ഏതെങ്കിലും കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും. റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് നമുക്ക് ബയോ സ്ക്രീൻ എൻ്റർ ചെയ്യണം. സോ അതിനുവേണ്ടി റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡിലീറ്റ് കീ നമ്മൾ കണ്ടിന്യൂസ്ലി അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബയോ സ്ക്രീനിൽ എൻ്റർ ആകുന്നതായിരിക്കും. സോ നിങ്ങളുടെ മദർ ബോർഡ് ബ്രാൻഡും മോഡൽ അനുസരിച്ച് ചിലപ്പോൾ ബയോ സ്ക്രീൻ വേറെ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആസ്റോക്കിന്റെ മദർ ബോർഡ് ആയതുകൊണ്ട് ആസ്റോക്കിന്റെ ബയോ സ്ക്രീൻ ആണ് ഈ കാണുന്നത്. സോ ഇതാണ് ആസ്റോക്ക് B450 സ്റ്റീൽ ലെജൻഡിന്റെ ബയോ സ്ക്രീൻ. സോ നിങ്ങളുടെ ഗിഗാബൈറ്റിന്റെ മദർ ബോർഡ് ആണെങ്കിൽ വേറൊരു ലേഔട്ട് ആയിരിക്കും. MSIയുടെ വേറെ ഒന്നാണ്, അസ്യൂസിന്റെ വേറൊന്നാണ്. ചിലപ്പോൾ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിലുള്ള സംഭവങ്ങളെല്ലാം എല്ലാ ബയോസ് എല്ലാ ബ്രാൻഡിലും ഒന്ന് തന്നെയാണ്. സോ ബയോസിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പി സി ഇൻസ്റ്റാൾ ചെയ്തത് കറക്റ്റ് ആണോ, എല്ലാ കോമ്പണൻസും ഇതിൽ കണക്ട് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സോ ഫസ്റ്റ് കാണുന്നതാണ് മദർ ബോർഡിന്റെ മോഡൽ B450M സ്റ്റീൽ ലെജൻഡ്. നമ്മൾ യൂസ് ചെയ്ത മദർ ബോർഡാണ്, അത് റിക്കഗ്നൈസ് ആയിട്ടുണ്ട്. അതിന്റെ സൈഡിൽ കാണുന്നതാണ് P2.80. അതാണ് ബയോസിന്റെ വേർഷൻ. ഇപ്പം മദർ ബോർഡിന്റെ ബയോസ് ഏതാണോ ആ വേർഷന്റെ നമ്പറാണ് P2.80 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഇപ്പോൾ നോട്ട് ചെയ്തെടുക്കാം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നീട് നമുക്ക് ബയോസ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, ബയോസ് അപ്ഡേറ്റഡ് ആണോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വേർഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് താഴെയാണ് പ്രോസസർ കാണുന്നത്. AMD Ryzen 5 1600 ആണ് നമ്മൾ യൂസ് ചെയ്ത പ്രോസസർ. 6 കോർ പ്രോസസർ ആണ്. അത് കഴിഞ്ഞ് താഴെ കാണുന്നതാണ് ടോട്ടൽ മെമ്മറി. അതാണ് 8GB. നമ്മൾ 8GB രണ്ട് സ്റ്റിക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. 4GB A2 സ്ലോട്ടിലും 4GB B2 സ്ലോട്ടിലും. പക്ഷേ സ്പീഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ DDR4 2133 MHz എന്നാണ് കാണിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്ത റാം 3200 MHz ആണ്. പുതിയൊരു പി സി ബിൽഡ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ്. കാരണം 2133 അല്ലെങ്കിൽ 2400 എന്ന് പറയുന്നത് DDR4 സ്റ്റാൻഡേർഡിന്റെ ബേസ് സ്പീഡാണ്. സോ ബേസ് സ്പീഡിലായിരിക്കും ഫസ്റ്റ് അത് റൺ ആവുന്നത്. ഇത് നമ്മൾ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഹയർ ഫ്രീക്വൻസിയിലോട്ട് XMP പ്രൊഫൈൽ എനേബിൾ ചെയ്ത് കൂട്ടാവുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ OC ട്വീക്കർ എന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റാം അല്ലെങ്കിൽ ഓവർക്ലോക്ക് ചെയ്യുന്ന സെറ്റിംഗ്സ് എല്ലാം ഇതിലാണുള്ളത്. സോ ഇതിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാമിന്റെ ടൈമിംഗ് എങ്ങനെയാണ്, ലേറ്റൻസിയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാം. 3200 MHz റാം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 3200 ആണ് നമ്മൾ യൂസ് ചെയ്തത്. അത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 3200 ഇവിടെ കാണിക്കുന്നുണ്ട്. 1.35 വോൾട്സിലാണ് റൺ ആവുന്നത്. പക്ഷേ 2133 റൺ ആവുന്നതെന്ന് കാണിക്കുന്നുണ്ട്. സോ ഇത് ലോഡ് XMP സെറ്റിംഗ് എന്ന സംഭവം നമ്മൾ ഓട്ടോയിലാണ് ഇത് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. സോ ഇത് XMP 2.0 പ്രൊഫൈൽ 1 മാറ്റിയാൽ ഓട്ടോമാറ്റിക്കലി XMP പ്രൊഫൈൽ അത് എടുക്കുന്നതായിരിക്കും. സോ ഇതെന്തായാലും ഞാൻ ഇപ്പോഴേ XMP പ്രൊഫൈൽ എനേബിൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബേസ് ക്ലോക്ക് സ്പീഡ്, റാമിൻ്റെ ബേസ് ക്ലോക്ക് സ്പീഡിൽ എല്ലാ ഇൻസ്റ്റലേഷൻസും വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് അഡ്വാൻസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത രണ്ട് സ്റ്റോറേജ് ഡിവൈസസ് കാണിക്കുന്നുണ്ട്. ഒന്ന് ടീം ഗ്രൂപ്പിൻ്റെ SSD ആണ്, സെക്കൻഡ് വൺ WDയുടെ നോർമൽ ഹാർഡ് ഡിസ്ക് ആണ്. സോ സ്റ്റോറേജ് ഡിവൈസും പക്കയായിട്ട് തന്നെയാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്, അതും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ബൂട്ട് ആയി കഴിഞ്ഞ് ബയോസിൽ കയറി കഴിഞ്ഞ്
നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രോസസ്സർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ, പ്രോസസ്സറിൻ്റെ മോഡലും കാര്യങ്ങളും കാണിക്കുന്നുണ്ടോ, മദർ ബോർഡിൻ്റെ ഇത് കാണിക്കുന്നുണ്ടോ, ആൻഡ് സ്റ്റോറേജ് ഡിവൈസസും റാം എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഒരു വിൻഡോസ് ഇൻസ്റ്റലേഷൻ മീഡിയയുടെ ആവശ്യമുണ്ട്. അതായത് വിൻഡോസിൻ്റെ USB ഡ്രൈവ് അല്ലെങ്കിൽ CD ഡ്രൈവ് നിങ്ങൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആദ്യമേ തന്നെ. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വിൻഡോസ് ഇൻസ്റ്റലേഷൻ മീഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് വിൻഡോസ് 10ൻ്റെ ഒരു USB ബൂട്ട് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ വിൻഡോസ് 10ൻ്റെ ബൂട്ടബിൾ USB റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ വേറൊരു PCയുടെ ആവശ്യമുണ്ട്. കാരണം വിൻഡോസ് ഡൗൺലോഡ് ചെയ്യാനും അത് യൂസ് ചെയ്ത് ഒരു USB ബൂട്ട് ഡ്രൈവ് റെഡിയാക്കാൻ നമുക്കൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ വേറൊരു PC നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ വേറൊരു PCയോ ലാപ്ടോപ്പോ എന്തെങ്കിലും ഒരെണ്ണം ആവശ്യം വരും. അതേപോലെ തന്നെ മിനിമം ഒരു 8 GB ഒരു USB സ്റ്റിക്കിൻ്റെ ആവശ്യം വരും. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനും വേണം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ജസ്റ്റ് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസ് 10 ഇൻസ്റ്റലേഷൻ മീഡിയ അല്ലെങ്കിൽ USB ബൂട്ട് ഡ്രൈവ് ഇൻസ്റ്റലേഷൻ അടിച്ചാൽ മതി, സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ എന്തായാലും ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ലിങ്ക് വരുന്നതായിരിക്കും. വിൻഡോസിൻ്റെ ഡയറക്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ വെബ്സൈറ്റ്സ് കാണാവുന്നതാണ്. സോ ഇതിൽ ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ എന്ന് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ ഫോർ വിൻഡോസ് എന്ന് പറയുന്ന പേജിലേക്കാണ് നമ്മൾ വരുന്നത്. സോ ഇതിൽ നമ്മൾ വിൻഡോസ് 10 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ വിൻഡോസ് 10ൽ ക്ലിക്ക് ചെയ്യുക. സോ വിൻഡോസ് 10ൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പേജ് വരുന്നതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷനാണ് ക്രിയേറ്റ് വിൻഡോസ് 10 മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ താഴെ നമുക്ക് ഡൗൺലോഡ് ടൂൾ എന്നൊരു സംഭവം കാണാം. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ വിൻഡോസ് ഇൻസ്റ്റലേഷൻ ടൂൾ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും കാര്യങ്ങളും എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് വിൻഡോസിന് വേണ്ടി വേണമെങ്കിൽ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ടൂൾ നൗ എന്ന് പറയുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഓപ്പൺ ആയി വരും, വിൻഡോസ് 10 സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ വിൻഡോസ് 10ൻ്റെ സെറ്റപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ബൂട്ടബിൾ USB റെഡിയാക്കുന്ന സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഈ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ USB സ്റ്റിക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് നോക്കുക. ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് വെക്കുക. സോ ഇത് കുറച്ച് കഴിയുമ്പം അപ്ലിക്കബിൾ നോട്ടീസസും ലൈസൻസും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും. മൈക്രോസോഫ്റ്റിൻ്റെ യൂഷ്വലായിട്ട് വരുന്ന സംഭവമാണ്. സോ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് വിട്ടേക്കുക. കുറച്ച് കഴിയുമ്പം ഈ ഒരു സ്ക്രീനാണ് വരുന്നത്. വാട്ട് ഡു യു വാണ്ട് ടു ഡു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഇതിൽ 2 ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്ഗ്രേഡ് ദിസ് PC എന്നൊരു സംഭവം ഫസ്റ്റ്. നെക്സ്റ്റ് അതിൻ്റെ താഴെ കാണുന്നത് ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ USB ഫ്ലാഷ് ഡ്രൈവ് DVD ഓർ ISO ഫയൽ ഫോർ അനദർ PC. സോ ഇത് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഏത് PCയിൽ നിന്നാണോ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ലാപ്ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു PC ആണെങ്കിൽ ആ PCയിലെ വിൻഡോസ് അപ്ഗ്രേഡ് ആകുന്നതായിരിക്കും. സോ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് സെക്കൻഡ് ഓപ്ഷനാണ്, അതായത് ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ USB ഫ്ലാഷ് ഡ്രൈവ് DVD അല്ലെങ്കിൽ ISO ഫയൽ. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് സെലക്ട് ലാംഗ്വേജ് ആർക്കിടെക്ചർ ആൻഡ് എഡിഷൻ ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത്, ഏത് വിൻഡോസിൻ്റെ എഡിഷൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ആർക്കിടെക്ചർ ആണ്, 32 ബിറ്റ് ആണോ 62 ബിറ്റ് ആണോ, അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും. സോ നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് US ആണ് സെലക്ട് ചെയ്യുന്നത്. വിൻഡോസ് 10 ആണ്, 64 ബിറ്റിൻ്റെ വിൻഡോസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ 64 ബിറ്റ് വിൻഡോസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. സോ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം ചൂസ് വിച്ച് മീഡിയ ടു ഇൻസ്റ്റാൾ എന്ന് നമ്മളോട് ചോദിക്കും. സോ USB ഡ്രൈവ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ISO ഫയൽ അല്ലെങ്കിൽ DVD ഡ്രൈവ് ആയിട്ടാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ നമ്മൾ എന്തായാലും ബൂട്ടബിൾ USB ആണ് റെഡിയാക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. സോ നെക്സ്റ്റ് അടിക്കുമ്പോൾ PC ആയിട്ട് കണക്ട് ചെയ്ത ഡ്രൈവ്സിൻ്റെ ലിസ്റ്റ് വരുന്നതായിരിക്കും. സോ ഇതിൽ ഫസ്റ്റ് വൺ ആണ് USB ഡ്രൈവ് നമ്മുടേത്. ഇപ്പോൾ ഒരു USB മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. സോ അതാണ് ഈ കാണിക്കുന്നത്. സോ അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കണം. സോ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡിങ് വിൻഡോസ് 10ൻ്റെ ഡൗൺലോഡിങ് തുടങ്ങുന്നതായിരിക്കും. സോ ഇത് കുറച്ച് സമയം എടുക്കും പ്രോസസ്സ്. ഇത് കുറച്ച് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് വിൻഡോസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഡിപ്പെൻഡ്സ് upon your ഇന്റർനെറ്റ് കണക്ഷൻ. കുറച്ച് സമയം എടുക്കും എന്തായാലും. A little longer than a few minutes later. സോ ഓൾമോസ്റ്റ് ഡൗൺലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്, 99% ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഡൗൺലോഡ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് എല്ലാം ഒന്നുകൂടെ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അതും കുറച്ച് സമയം എടുക്കും എന്തായാലും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, യുവർ USB ഫ്ലാഷ് ഡ്രൈവ് ഈസ് റെഡി എന്ന്. സോ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ USB ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ USB ബൂട്ടബിൾ USB ഡ്രൈവ് റെഡിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫിനിഷ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് USB ഊരിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ വിൻഡോസ് 10ൻ്റെ ബൂട്ട് ഡ്രൈവ് റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് USB ഊരിയിട്ട് വീണ്ടും ഒന്ന് കണക്ട് ചെയ്തിട്ട് ഫയൽസ് എല്ലാം ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ കാണുന്നതാണ് വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽസും കാര്യങ്ങളും. എന്തായാലും നെക്സ്റ്റ് നമുക്ക് വിൻഡോസ് ഇൻസ്റ്റലേഷനിലേക്ക് കടക്കാം. സോ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയ വിൻഡോസിൻ്റെ USB ഡ്രൈവ് നിങ്ങളുടെ പുതിയ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക.
എന്നിട്ട് സിസ്റ്റം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് ബൂട്ട് ഡ്രൈവ് കറക്റ്റായിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇങ്ങനൊരു വിൻഡോസ് ബൂട്ട് മാനേജർ എന്ന് പറഞ്ഞ സ്ക്രീൻ വരുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി ബയോസ് അത് ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും. ബൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഫയൽസ് എടുക്കുന്നതായിരിക്കും. സോ ഈ സ്ക്രീൻ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ചില സമയങ്ങളിൽ ചിലപ്പം ഈ ഒരു സ്ക്രീൻ വരത്തില്ല, അതായത് ബൂട്ട് ഡ്രൈവ് ഡിറ്റക്ട് ആകത്തില്ല. ഓർ ബൂട്ട് ഡ്രൈവ് ഇൻ കേസ് ചില സമയങ്ങളിൽ അത് ഇങ്ങനെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ബൂട്ട് ഡ്രൈവ് സെലക്ട് ചെയ്യണം, അത് ഞാൻ കാണിച്ചു തരാം. സോ വീണ്ടും സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഡിലീറ്റ് കീ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് ബയോ സ്ക്രീനിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കണം. പക്ഷേ ആസ്റോക്കിന്റെ ഈ മദർ ബോർഡിൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, നമുക്ക് താഴെ തന്നെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. F11 കീ ഇപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബൂട്ട് മെനുവിലോട്ട് പോകുന്നു. സോ F11 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സംഭവമായിരിക്കും വരുന്നത്. ഇത് നമുക്ക് ബയോ സ്ക്രീനിലും പോയിട്ട് ചെയ്യാം. പക്ഷേ സോ ബയോസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ബൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്ഷൻ പ്രയോറിറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരുന്നതായിരിക്കും. സോ ഇതിൽ നമുക്ക് ബൂട്ട് ഓപ്ഷൻ 1 ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ബൂട്ട് ഓപ്ഷൻ 1ൽ നമ്മൾ ഏതാണോ ഇൻസ്റ്റലേഷൻ മീഡിയ കണക്ട് ചെയ്തത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ ഇതിൽ നമ്മൾ USB ഡ്രൈവ് ആണ് യൂസ് ചെയ്തത്. സോ തേർഡ് വൺ തോഷിബ USB ഡ്രൈവ് ഇതിൽ കാണിക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് നിങ്ങളുടെ USB ഡ്രൈവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ മീഡിയ ഡിറ്റക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. സോ ഇത് സെലക്ട് ചെയ്തിട്ട് F10 അടിച്ച് സേവ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ USB ഡ്രൈവിൽ നിന്ന് അത് ബൂട്ട് ആവുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നോർമലി PC യൂസ് ചെയ്യുമ്പോഴും ഇതുപോലത്തെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ബൂട്ട് ഡിവൈസ് നോട്ട് ഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ റിക്കഗ്നൈസ് ആകുന്നില്ല, ബൂട്ട് ഡിവൈസ് നോട്ട് റിക്കഗ്നൈസ്ഡ്, ഇതുപോലത്തെ എന്തെങ്കിലും എറർ വരുവാണെങ്കിലും ചിലപ്പം ഇതിൻ്റെ എറർ ആയിരിക്കും. ബൂട്ട് ഓപ്ഷൻ ചിലപ്പോൾ മാറിപ്പോകുന്നതാണ്. അതും ബയോസിൽ നിങ്ങൾ കയറി ബൂട്ട് ഓപ്ഷൻ 1 നിങ്ങൾ ഏത് ഡ്രൈവിലാണോ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് SSD ആണെങ്കിൽ ആ SSD അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ട് ചെയ്ത് F10 അടിച്ച് സേവ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുന്നതായിരിക്കും. ഇൻ കേസ് കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും വരുന്നത്. സോ ഇതിൽ ചൂസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു സ്റ്റാർട്ട് ഓർ പ്രസ് ടാബ് ടു സെലക്ട് എ ടൂൾ, ഇതാണ് വരുന്നത്. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 10ന്റെ 64 ബിറ്റ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്, വിൻഡോസ് 10 സെറ്റപ്പ് 64 ബിറ്റ്. സോ 64 ബിറ്റ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. നെക്സ്റ്റ് സ്ക്രീനിലോട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് സ്ക്രീനിലാണ് നമ്മളോട് ചോദിക്കുന്നത് ഏത് ലാംഗ്വേജ് ആണ്, ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ്, കീബോർഡ് ഇൻപുട്ട് ലേഔട്ടും കാര്യങ്ങളും ചോദിക്കുന്നത്. ഈ സ്ക്രീനാണ് ഞാൻ പറഞ്ഞത് മോണിറ്റർ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ട് കുറച്ച് ക്ലിയർ അല്ല. നോർമലി ഇംഗ്ലീഷ് യൂസ് ആണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. ടൈം ആൻഡ് കറൻസി ഫോർമാറ്റും നോർമലി ഇംഗ്ലീഷ് തന്നെയാണ് അടിക്കുന്നത്. കീബോർഡ് ലേഔട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് കീബോർഡ് ലേഔട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് മൂന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കാണും. ഇൻസ്റ്റാൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇതും കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഇൻസ്റ്റാൾ അടിച്ച് കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് വിൻഡോസിന്റെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വിൻഡോസിന്റെ കീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കീ അടിച്ച് നെക്സ്റ്റ് അടിക്കാവുന്നതാണ്. ഇൻ കേസ് കീ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. സോ അതിന്റെ താഴെ നിങ്ങൾക്ക് ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് കീ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിക്കുമ്പോൾ വരുന്ന സ്ക്രീൻ ആണ് സെലക്ട് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം യു വോണ്ട് ടു ഇൻസ്റ്റാൾ. സോ നമ്മൾക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്നാണ് അത് ചോദിക്കുന്നത്. സോ പല വേർഷൻസ് ഉണ്ട്. സോ നോർമലി വിൻഡോസ് 10 Pro ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും വിൻഡോസ് 10 Pro ആണ്. സോ വിൻഡോസ് 10 Pro സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അപ്ലിക്കബിൾ നോട്ടീസസും വിൻഡോസിന്റെ മൈക്രോസോഫ്റ്റിന്റെ ലൈസൻസും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഇതും ജസ്റ്റ് ഐ ആക്സെപ്റ്റ് ദി ലൈസൻസ് ടേംസിന്റെ അവിടെ ജസ്റ്റ് ടിക്ക് മാർക്ക് അടിച്ചിട്ട് നെക്സ്റ്റ് അടിച്ചാൽ മതി. സോ നെക്സ്റ്റ് അടിക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്ഗ്രേഡ് ഇൻസ്റ്റാൾ വിൻഡോസ് ആൻഡ് കീപ് ഫയൽസ് സെറ്റിംഗ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ കസ്റ്റം ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺലി അഡ്വാൻസ്ഡ് മോഡ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഇൻ കേസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിൻഡോസിനെ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ബാക്കി ഫയൽസും കാര്യങ്ങളും ഒന്നും ചേഞ്ച് ആവത്തില്ല. ജസ്റ്റ് വിൻഡോസ് മാത്രമേ അപ്ഗ്രേഡ് അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ആവത്തുള്ളൂ. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് കസ്റ്റം ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺലി. സോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് ചോദിക്കുന്നത് വിൻഡോസ് എവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. സോ ഏത് ഡ്രൈവിലാണ്. നമ്മൾ ഓൾറെഡി ഒരു SSD ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഒരു ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ SSDയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ SSD ആണ് ഫസ്റ്റ് ഇവിടെ കാണുന്നത്. 238 GB സൈസ് ആണ്. സോ അതാണ് നമ്മുടെ SSD. അത്യാവശ്യം കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഡ്രൈവ് അനുസരിച്ച് നിങ്ങൾ ഏതാണോ ഇൻസ്റ്റാൾ ചെയ്തത് അതനുസരിച്ച് നിങ്ങളുടെ ഇവിടെ കാണുന്നതായിരിക്കും. സോ ഏത് ഡ്രൈവിലാണോ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ന്യൂ അടിക്കുക. ന്യൂ പാർട്ടീഷൻ, നമ്മളൊരു പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ബിക്കോസ് ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവ് 0 അൺഅലൊക്കേറ്റഡ് സ്പേസ് എന്നാണ് കാണിക്കുന്നത്. സോ ആ സ്പേസ് ആക്ച്വലി അലൊക്കേറ്റ് ആയിട്ടില്ല. സോ നമ്മൾ പുതിയൊരു ഫ്രഷ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതായിരിക്കും എത്ര സൈസ് ആണ് നമ്മൾ അലൊക്കേറ്റ് ചെയ്യേണ്ടത്. ബൈ ഡിഫോൾട്ട് എത്രയാണോ വാല്യൂ വരുന്നത് അത് അത്രയും തന്നെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ അടിക്കാൻ പോവാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ വേറെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡ്രൈവ് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ ഇൻ കേസ് പഴയ ഒരു ഡ്രൈവ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ ഡ്രൈവ് ഡിലീറ്റ് ചെയ്യണമെങ്കിലും അതും ചെയ്യാം. അതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും രണ്ട് പാർട്ടീഷൻ ക്ലബ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ എന്തായാലും ഇതിൽ അധികം നമ്മളൊന്നും പോകുന്നില്ല. ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബൈ ഡിഫോൾട്ട് സൈസ് എത്രയാണോ വരുന്നത് അത്
അത് നോക്കിയിട്ട് അപ്ലൈ അടിച്ചാൽ മതി. സോ അപ്ലൈ അടിച്ച് കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, ടു എൻഷുർ ദാറ്റ് ഓൾ വിൻഡോസ് ഫീച്ചേഴ്സ് വർക്ക് കറക്റ്റ്ലി വിൻഡോസ് മൈറ്റ് ക്രിയേറ്റ് അഡീഷണൽ പാർട്ടീഷൻസ് ഫോർ യുവർ സിസ്റ്റം ഫയൽസ് ആണ്. സോ അത് ജസ്റ്റ് ഓക്കെ അടിച്ച് വിട്ടാൽ മതി. സോ ഓക്കെ അടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 ഡ്രൈവ് ആയിരുന്നു നേരത്തെ കണ്ടത്, ഇപ്പം അത് 5 എണ്ണമായിട്ടുണ്ട്. സോ ഫസ്റ്റ് സിസ്റ്റം റിക്കവറിക്ക് വേണ്ടി ഒരു 499 MB ഒരു പാർട്ടിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 99 MB ഒരു സിസ്റ്റം ഫയൽസിന് വേണ്ടിയുള്ള ഒരു സംഭവം റിസർവ് ആയിട്ടുണ്ട്. അതേപോലെ ഒരു 16 MB റിസർവ്ഡ് ഫയൽസിൻ്റെയും ഒരു 3 പാർട്ടിഷൻ ടോട്ടലി എക്സ്ട്രാ വിൻഡോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിൻഡോസിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും വിൻഡോസിൻ്റെ റിക്കവറി പാർട്ടിഷൻസിനും റിക്കവറിയും സിസ്റ്റം ഫയൽസിനും വേണ്ടിയൊക്കെ തന്നെയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, ഇതൊന്നും ഡിലീറ്റ് ഒന്നും ചെയ്യല്. സോ പാർട്ടിഷൻ നമ്പർ 4 ആണ് 237.9 GB നമ്മുടെ ആക്ച്വൽ SSDയുടെ പാർട്ടിഷൻസ് എക്സ്ട്രാ പാർട്ടിഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്പേസ് ആണ് 237.9 GB. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഡ്രൈവ് ആയിട്ട് ഡിറ്റക്ട് ആയിട്ടുണ്ട്. സോ ഇതിലാണ് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്രൈമറി ഡ്രൈവിൽ. സോ പാർട്ടിഷൻ 4 സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതായിരിക്കും. സോ വിൻഡോസ് ഇൻസ്റ്റാൾ ആകുന്ന സമയത്ത് മാക്സിമം PC-യിൽ ഒന്നും ചൊറിയാതിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം പവറും ഓഫ് ആകാതിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇതെല്ലാം ഓരോ പോയിന്റും ഓരോന്ന് കഴിയുമ്പം ടിക്ക് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫിനിഷ് അപ്പ് വന്നു കഴിഞ്ഞിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും. സോ നെക്സ്റ്റ് റീസ്റ്റാർട്ട് ആകുമ്പോൾ USB ഡ്രൈവ് ഊരി മാറ്റുക. വിൻഡോസ് ഓട്ടോമാറ്റിക്കലി SSD ഡ്രൈവിലെ വിൻഡോസ് ഫയൽസ് അത് ഡിറ്റക്ട് ചെയ്ത് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് അവിടെ നിന്ന് കണ്ടിന്യൂ ആവുന്നതായിരിക്കും. സോ SSDയിൽ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽസ് ഡിറ്റക്ട് ആയിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഇൻസ്റ്റലേഷൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നിങ്ങളുടെ പ്രിഫറൻസും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വരുന്നത് റീജിയൻ സെലക്ട് ചെയ്യാനാണ്. സോ റീജിയൻ ഞാനിപ്പോൾ കുവൈറ്റ് ആയതുകൊണ്ട് കുവൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കീബോർഡ് ലേഔട്ട് ആണ് ചോദിക്കുന്നത്. നോർമലി കീബോർഡ് ലേഔട്ട് US ആണ് കൊടുക്കുന്നത്. സോ US ആണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വോണ്ട് ടു ആഡ് എ സെക്കൻഡറി കീബോർഡ് ലേഔട്ട് എന്ന് ചോദിക്കും. വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. സോ അത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സോ ഇതും തൽക്കാലം ഇപ്പം ഞാൻ സ്കിപ്പാണ് അടിക്കുന്നത്. സോ ഞാൻ ഇപ്പം നോ ആണ് പ്രിഫർ ചെയ്യുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർനെറ്റ് എല്ലാം കണക്ട് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് എന്തായാലും PC-യുടെ പേരിടൽ ചടങ്ങാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു നെയിം നിങ്ങളുടെ PC-ക്ക് കൊടുത്ത് ഒരു പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് നെക്സ്റ്റ് അടിക്കാവുന്നതാണ്. പാസ്വേഡും കാര്യങ്ങളും വേണമെങ്കിൽ പിന്നെയും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും TKF എന്ന് ജസ്റ്റ് പേരടിച്ച് ഞാൻ നെക്സ്റ്റ് അടിച്ച് വിടുവാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം തന്നെ നോ ആണ് അടിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്ന് വായിച്ചു നോക്കാം ഇത് എന്തിനെ കുറിച്ചുള്ളതാണെന്നൊക്കെ. മെയിൻലി അഡ്വർടൈസിങ്ങും ലൊക്കേഷൻസിന്റെ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഡേറ്റ ഷെയർ ചെയ്യുന്ന വിൻഡോസുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ള പെർമിഷൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. നോർമലി ഞാൻ ഇതെല്ലാം നോ ആണ് കൊടുക്കുന്നത്. ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വിൻഡോസിന്റെ ഇൻസ്റ്റലേഷൻ അത് കംപ്ലീഷൻ പ്രോസസ്സിലേക്കായിരിക്കും. ഇത് ഫൈനൽ സ്റ്റേജിലേക്കാണ് വരുന്നത്. സോ ഇത് കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ദിസ് മേ ടേക്ക് സെവറൽ മിനിറ്റ്സ് എന്നൊരു ബ്ലൂ സ്ക്രീൻ ആണ് വരുന്നത്. സോ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വിൻഡോസ് ഓൾമോസ്റ്റ് സെറ്റ് ആണ്, റെഡി ആകും. ഇപ്പോൾ കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രീൻ റെഡി ആയിട്ട് വരുന്നതായിരിക്കും. ഫൈനലി വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ അപ്ഡേഷൻ പ്രോസസ്സാണ്. കാരണം മേ ബി ചിലപ്പം പഴയ വിൻഡോസ് ഒക്കെ ആയിരിക്കും, അപ്ഡേറ്റ്സ് ഇല്ലാത്ത പഴയ വിൻഡോസിന്റെ വേർഷൻ ആയിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തത്. സോ വിൻഡോസിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇനിയും ചെയ്യേണ്ട സ്റ്റെപ്പാണ് വിൻഡോസ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഇപ്പം ഏതാണോ വേണ്ട ആ ഒരു വേർഷൻ വരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യണം. ഇത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇൻ കേസ് നേരത്തെ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇന്റർനെറ്റ് കണക്ട് ചെയ്യാം. സോ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിൽ പോയി ജസ്റ്റ് അപ്ഡേറ്റ് എന്നോ അല്ലെങ്കിൽ വിൻഡോസ് അപ്ഡേറ്റ് എന്ന് സെർച്ച് അടിച്ചാൽ മതി. സെർച്ച് അടിക്കുമ്പം വിൻഡോസ് അപ്ഡേറ്റ് സെറ്റിംഗ്സ് പേജ് വരുന്നതായിരിക്കും. സോ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലിയർലി കാണാൻ പറ്റും ഇത്ര അപ്ഡേറ്റ്സ് ആണ് പെൻഡിങ് ആയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് കുറേ അപ്ഡേറ്റ്സ് പെൻഡിങ് ഉണ്ട്. ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് പെൻഡിങ് ഉണ്ട്. ഫീച്ചർ അപ്ഡേറ്റ് വിൻഡോസ് 10 1909 വേർഷൻ പെൻഡിങ് ഉണ്ട്. സോ ഇതെല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുന്ന അപ്ഡേറ്റ്സ് ആണ്. 1809 പെൻഡിങ് ആണ് കാണിക്കുന്നത്. സോ ഈ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഫസ്റ്റ് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. വിൻഡോസ് കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ആണ്. ഓഡിയോയുടെ ആയിട്ട് ഡിസ്പ്ലേയുടെ ആയിട്ട് .NET ഫ്രെയിംവർക്സിൻ്റെ ആട്ടെ അല്ലെങ്കിൽ വിൻഡോസ് ഡിഫൻഡറിൻ്റെ ആട്ടെ ഇതെല്ലാം ഇതിൽ സെറ്റ് ആകുന്നതായിരിക്കും. സോ ഈ അപ്ഡേറ്റ് കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് ബേസ് ചെയ്തിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളും. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം അപ്ഡേറ്റ്സ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആകാനും ചാൻസ് ഉണ്ട്. സോ അതും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം കോമൺ ആണ്. സിസ്റ്റം റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും, വീണ്ടും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കണ്ടിന്യൂ ആവുന്നതായിരിക്കും. സോ എന്തായാലും ഇതിപ്പോൾ 1-2 പ്രാവശ്യം റീസ്റ്റാർട്ട് ആകും. സോ വീണ്ടും ആ പഴയ ക്ലിയർ അല്ലാത്ത സ്ക്രീൻ തന്നെ വരുന്നതായിരിക്കും. സോ എന്തായാലും ആ ഒരു ഹോൾ പ്രോസസ് ഞാൻ ഒന്ന് സ്പീഡപ്പ് ആക്കുവാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് കാണാൻ വിടുക. സോ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് റീസ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്ഡേഷൻ പ്രോസസ്സ് ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പം ഞാൻ ഇതിനെ ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് ഈ അപ്ഡേറ്റ് ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടേ ബാക്കി പ്രോസസ്സിലായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, സോ വിൻഡോസ് അപ്ഡേഷൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആകാൻ വന്നേക്കുവാണ്. 100% എന്നാണ് കാണിക്കുന്നത്. സോ ഈ സ്റ്റേജ് നമുക്ക് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ബയോസിൽ പോയിട്ട് ആദ്യം നമ്മൾ റാമിനെ XMP പ്രൊഫൈൽ യൂസ് ചെയ്ത് ഓവർക്ലോക്ക് ചെയ്യാൻ വിട്ടുപോയതല്ല. ഞാൻ നോർമലി ഇത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് ചെയ്യുന്നത്. കാരണം ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ അതിൻ്റെ
ബേസ് ക്ലോക്ക് സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം സ്മൂത്തായിട്ട് റൺ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ആദ്യമേ തന്നെ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. സോ എന്തായാലും ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് XMP പ്രൊഫൈൽ റാം ഓവർക്ലോക്ക് ചെയ്യുവാണ്. അതായത് റാം 3200 മെഗാഹെർട്സിലോട്ട് മാറ്റാൻ പോവാണ്. സോ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, ബയോസിലോട്ട് എൻ്റർ ആവുന്നതായിരിക്കും. സോ ASRock B450യുടെ ഈ സെറ്റിംഗ്സിൽ OC ട്വീക്കർ എന്ന മെനുവിലാണ് XMP പ്രൊഫൈൽ ഉള്ളത്. സോ ഇവിടെ ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ പറ്റും DRAM ഫ്രീക്വൻസി 2133 മെഗാഹെർട്സിലാണ് റൺ ആകുന്നത്. അതിൻ്റെ മേളിൽ നമുക്ക് ലോഡ് XMP സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ അത് ഓട്ടോ എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം 2 ഓപ്ഷൻസ് അവിടെ കാണാം. ഒന്ന് ഓട്ടോയും സെക്കൻഡ് വൺ XMP 2.0 പ്രൊഫൈൽ 1 എന്ന്. സോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് XMP പ്രൊഫൈൽ 2.0 ആണ്. സോ നമ്മൾ വാങ്ങിച്ച 3200 മെഗാഹെർട്സിൻ്റെ റാം ഫ്രീക്വൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ XMP പ്രൊഫൈൽ എനേബിൾ ചെയ്യണം. സോ XMP പ്രൊഫൈൽ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് DRAM ഫ്രീക്വൻസി സൈഡിൽ കാണാൻ പറ്റും. DDR4 3200 എന്ന് വന്നിട്ടുണ്ട് വാല്യൂ. സോ ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ 3200 ആയിരിക്കും സെറ്റ് ആകുന്നത്. ഇത് പലർക്കും ആക്ച്വലി അറിയാത്തൊരു സംഭവമാണ്. പലരും ഇൻ കേസ് പുതിയ സിസ്റ്റം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണെങ്കിലും അവർ ഇത് സെറ്റ് ചെയ്യാതൊക്കെയാണ് തരുന്നത്. സോ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് 2133 or 2400 മെഗാഹെർട്സിലായിരിക്കും. ജസ്റ്റ് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് ബയോസ് പേജിൽ പോയിട്ട് നിങ്ങളുടെ മദർ ബോർഡ് ഏതാണോ അതനുസരിച്ച് ഓരോ മെനുവും നിങ്ങൾ ക്ലോസ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് XMP പ്രൊഫൈൽ എന്ന് എവിടെയെങ്കിലും കാണാൻ പറ്റും. XMP പ്രൊഫൈൽ എന്ന് എവിടെ കാണുന്നു അതിൻ്റെ സൈഡിൽ തന്നെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകുന്നതായിരിക്കും. ഓട്ടോ അല്ലെങ്കിൽ XMP പ്രൊഫൈൽ ഇപ്പോൾ കണ്ടതുപോലെ ജസ്റ്റ് അത് XMP പ്രൊഫൈൽ 2 സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താൽ മതി. സോ സിസ്റ്റം റീസ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും ബയോസിൽ പോയി കഴിഞ്ഞിട്ട് ഡിഫോൾട്ട് പേജിൽ 3200 കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും DDR4 രണ്ട് 4GB റാംസ് ആണ് കാണിക്കുന്നത്. രണ്ടും 3200 മെഗാഹെർട്സിലാണ് റൺ ആകുന്നത്. സോ നമ്മൾ വാങ്ങിച്ച റാം 3200 പക്ക ഓക്കെ ആണ്. സോ ഇനി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് വിൻഡോസിലോട്ട് പോകാം. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും നോക്കാം. സോ വിൻഡോസ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, വിൻഡോസിന്റെ കംപ്ലീറ്റ് അപ്ഡേഷനും കഴിഞ്ഞു, നമ്മുടെ XMP പ്രൊഫൈലും എനേബിൾ ചെയ്തു. സോ ഇനി നെക്സ്റ്റ് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. ഒരു പുതിയ സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് അവരുടെ മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡ്രൈവ് അതിൽ മിസ്സിംഗ് ആയിരിക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഡ്രൈവ് C മാത്രമേ കാണിക്കുന്നുള്ളൂ. C 223GB ഇത് SSD ആണ് നമ്മുടെ. പക്ഷേ നമ്മൾ ഓൾറെഡി 1TBയുടെ ഒരു ഹാർഡ് ഡിസ്കും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാണ്. അത് എവിടെയെന്ന് കാണിക്കുന്നില്ല. സോ ഇതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പലരും വിചാരിക്കും ഹാർഡ് ഡിസ്ക് വർക്ക് ആകുന്നില്ല അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ. അങ്ങനൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഹാർഡ് ഡിസ്ക് നിങ്ങളുടെ സേഫ് തന്നെയാണ്. പുതിയ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് അതിന്റെ സ്പേസ് നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് വിൻഡോസ് സെർച്ചിൽ പോയിട്ട് ഡിസ്ക് മാനേജ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് പാർട്ടീഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ എന്നൊരു ഓപ്ഷൻ വരും. അല്ലെങ്കിൽ ഡിസ്ക് മാനേജ്മെന്റ് എന്ന സംഭവം സെർച്ച് ചെയ്ത് അത് ക്ലിക്ക് ചെയ്താൽ മതി. സോ അത് സെലക്ട് ചെയ്യുമ്പോൾ ഡിസ്ക് മാനേജ്മെന്റിന്റെ വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. ഇതിൽ പറയുന്നത് യു മസ്റ്റ് ഇനിഷ്യലൈസ് ദ ഡിസ്ക് ബിഫോർ ലോജിക്കൽ ഡിസ്ക് മാനേജർ കൻ ആക്സസ് ഇറ്റ് എന്നാണ്. സോ ഡിസ്ക് 1 ആണ് കാണിക്കുന്നത്. ഡിസ്ക് 1 ആക്ച്വലി നമ്മൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് 1 ഇതിൽ ഇല്ലാത്തതാണ്. ഡിസ്ക് 1 ആണ് നമ്മുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് 1 അൺനോൺ 931GB. സോ ഇതാണ് നമ്മുടെ 1TBയുടെ ഹാർഡ് ഡിസ്ക്. സോ ഡിസ്ക് 1 ആക്ച്വലി അലൊക്കേറ്റ് ആയിട്ടില്ല, അതിന്റെയാണ്. സോ നോർമലി MBR എന്ന് പറയുന്നത് പഴയ ഫോർമാറ്റ് ആണ്. പുതിയ UEFI ബേസ്ഡ് ബയോസ് ആണെങ്കിൽ നമ്മൾ പുതിയ GPT പാർട്ടീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങളുടെ പഴയ ബയോസ് ആണ്, അതായത് പഴഞ്ചൻ ബയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, ബ്ലൂ കളർ സ്ക്രീനിൽ വരുന്ന അല്ലെങ്കിൽ പഴയ ബയോസ്, നിങ്ങളുടെ ആ പഴയ ബയോസ് ആണെങ്കിൽ നിങ്ങൾ MBR ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ബിൽഡ് ചെയ്ത എന്തായാലും UEFI ബേസ്ഡ് ബയോസ് ആയതുകൊണ്ട് തന്നെ GPT ആണ് സെലക്ട് ചെയ്യുന്നത്. സോ GPT ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കാണാം ഡിസ്ക് 0 നമ്മുടെ SSD ആണ്. അതിന്റെ താഴെ ഡിസ്ക് 1 എന്ന് കാണുന്നുണ്ട് 931.50GB അൺഅലൊക്കേറ്റഡ് എന്നാണ് കാണുന്നത്. സോ ഇത് നമ്മൾ സ്പേസ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ രണ്ടിന്റെയും കളർ ഡിഫറൻസിയേഷനും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ബ്ലാക്ക് കളറിൽ ഒരു ബാർ വരുന്നത് അത് അതിന്റെ അർത്ഥം സിസ്റ്റത്തിൽ ഓൾറെഡി 1TBയുടെ സ്പേസ് കിടപ്പുണ്ട്, പക്ഷേ അത് ഡിറ്റക്ട് ആകുന്നില്ല എന്നുള്ളൂ, അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ബ്ലൂ കളറിൽ കാണുന്നതാണ് അലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ഡിറ്റക്ട് ആയതും കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുള്ള സ്റ്റോറേജ് ആണ് ബ്ലൂ കളർ ബാറിൽ വരുന്നത്. സോ എന്തായാലും ഇത് അലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സിമ്പിൾ വോള്യൂം എന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ചാൽ മതി. നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ സൈസ് കാണിക്കുന്നതായിരിക്കും. എത്ര സൈസ് ആണ് ഇതിൽ കിട്ടുന്നതാണ്, മാക്സിമം എത്ര സൈസ് വരെ 1TBയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ എന്തായാലും ഫുൾ 1TB നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. അതിൽ എക്സ്ട്രാ പാർട്ടിഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇൻ കേസ് നിങ്ങൾ എക്സ്ട്രാ പാർട്ടിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സൈസിലുള്ള പാർട്ടിഷൻ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ മെൻഷൻ ചെയ്യുക. നമ്മൾ എന്തായാലും ഇപ്പം 935385 ഈ കംപ്ലീറ്റ് സ്പേസും യൂസ് ചെയ്യാൻ പോവാണ്. സോ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും അസൈൻ ദി ഫോളോയിങ് ഡ്രൈവ് ലെറ്റർ. ഏത് ഡ്രൈവ് ലെറ്റർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, A, D, B, C. എന്തായാലും ഡിഫോൾട്ട് ആയിട്ട് D ആണ് കിടക്കുന്നത്. സോ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യാൻ പോവാണ്, വേറൊന്നും ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് അടിക്കുമ്പോൾ ഫോർമാറ്റ് ഓപ്ഷൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ഹാർഡ് ഡിസ്ക് വല്ലതാണ് യൂസ് ചെയ്യുന്നത് പുതിയ സിസ്റ്റത്തിലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഫുള്ളായിട്ട് ഒന്നുകൂടെ വേണേൽ ഫോർമാറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഫോർമാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടാൻ പോവാണ്. അതിനു മുമ്പേ
വോള്യൂം ലേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലേബിൾ കൊടുക്കാൻ പറ്റും. എന്തായാലും ഞാനിത് ഗെയിംസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഗെയിംസ് എന്ന് ജസ്റ്റ് ഒന്ന് പേര് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുവാണ്. നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് അടിച്ചാൽ മതി. പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗെയിംസ് എന്ന ഫോൾഡർ പേര് വന്നിട്ടുണ്ട്. ഡിസ്ക് 1ന്റെ അതിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ അത് ബ്ലൂ കളർ ആയിട്ടുണ്ട്. ഡിവൈസസ് ആൻഡ് ഡ്രൈവ്സ് നമ്മുടെ 1 TB ഹാർഡ് ഡിസ്കും കാണിക്കുന്നുണ്ട്. ഇതിപ്പം ആക്സസിബിൾ ആണ്. സോ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്കിനി ഡ്രൈവേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്രൈവേഴ്സ് മദർ ബോർഡിൻ്റെ ഡ്രൈവേഴ്സ് ആണ്. സോ നിങ്ങളുടെ മദർ ബോർഡ് ഏതാണോ, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ പോവുക. ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും ഇപ്പം ആസ്റോക്കിൻ്റെ ആണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. സോ ആസ്റോക്ക് B450M സ്റ്റീൽ ലെജൻഡ് ആസ്റോക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ മദർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് നിങ്ങളുടെ മദർ ബോർഡ് ആണെങ്കിലും സപ്പോർട്ടിൽ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. സപ്പോർട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഓപ്ഷൻസ് കാണുന്നതായിരിക്കും. ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ബയോസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ ഡൗൺലോഡ് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഡ്രൈവേഴ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്ത് കൊടുക്കണം. Windows 10 64-bit ആണ്. ഇതിൽ നമുക്ക് എല്ലാ ഡ്രൈവേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മെയിൻലി ആവശ്യം വരുന്നത് റിയൽടെക് ഹൈ ആൻഡ് ഓഡിയോയുടെ ഡ്രൈവേഴ്സ് ചിലപ്പോൾ ആവശ്യം വരും. ഓൾമോസ്റ്റ് ഈ ഡ്രൈവേഴ്സ് എല്ലാം തന്നെ നമ്മൾ Windows 10 അപ്ഡേറ്റ് ചെയ്തപ്പം അത്യാവശ്യം വേണ്ടിയ ഡ്രൈവേഴ്സ് എല്ലാം അതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും. ചിലത് ഓൾഡ് വേർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും. മദർ ബോർഡിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിലായിരിക്കും അതിൻ്റെ എക്സാക്ട് നിങ്ങളുടെ മദർ ബോർഡിൽ ഏതാണോ ഓഡിയോ ഡിവൈസ് അല്ലെങ്കിൽ ഓഡിയോ ഡ്രൈവർ യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ എക്സാക്ട് ഡ്രൈവർ മദർ ബോർഡിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിലായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഡ്രൈവേഴ്സ് എല്ലാം നമ്മൾ മദർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ നമുക്ക് ആവശ്യമുള്ള ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് റിയൽടെക് ഹൈ ആൻഡ് ഓഡിയോ ഡ്രൈവർ ആവശ്യമുണ്ട്. ലാൻ ഡ്രൈവറും ആവശ്യം വരും. ചിലപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ലാൻ കേബിൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻ ഡ്രൈവേഴ്സും നമുക്ക് ആവശ്യം വരും. അത് കഴിഞ്ഞിട്ട് റെയ്ഡ് ഫ്ലോപ്പിയുടെ ആവശ്യമില്ല, മദർ ബോർഡ് യൂട്ടിലിറ്റി ആവശ്യമില്ല, സെക്യൂരിറ്റി ഇതൊന്നും ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങളുടെ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മദർ ബോർഡ് ആണെങ്കിൽ വൈഫൈയും ബ്ലൂടൂത്തിൻ്റെയും ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഓഡിയോ ഡ്രൈവറാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും ലാസ്റ്റിൽ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ റീസ്റ്റാർട്ട് ലേറ്റർ അടിച്ചാൽ മതി. ലാൻ ഡ്രൈവേഴ്സും ഡൗൺലോഡ് ആയിട്ട് അതും ഓപ്പൺ അടിക്കാൻ പോവാണ്. സോ അതും ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മദർ ബോർഡിൻ്റെ ഡ്രൈവേഴ്സ് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഈ വെബ്സൈറ്റിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ്സിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബയോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതാണ് മദർ ബോർഡിൻ്റെ ബയോസിൻ്റെ ഡ്രൈവേഴ്സ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ബയോസിൻ്റെ വേർഷൻ നോട്ട് ചെയ്ത് വെക്കണമെന്ന്. നിങ്ങൾക്ക് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും ഏതാണ് ലേറ്റസ്റ്റ് വേർഷൻ എന്ന്. സോ നമ്മുടെ എന്തായാലും എനിക്ക് തോന്നുന്നു 2.80 2.90 എന്തോ ആണെന്ന് തോന്നുന്നു. സോ ഇതെന്തായാലും ലേറ്റസ്റ്റ് 3.30 ആണ് വന്നേക്കുന്നത്. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ഏതാണോ ലേറ്റസ്റ്റ് ബയോസ്, നിങ്ങളുടെ കറന്റ് ആയിട്ടുള്ള ബയോസ് ഏതാണോ അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കണം. ബിക്കോസ് ഇപ്പോഴും ലേറ്റസ്റ്റ് ബയോസ് തന്നെ ഇടണമെന്നൊരു കമ്പൽസറി ഇതൊന്നുമില്ല. ചിലപ്പോൾ ചില ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ പ്രോസസ്സർ അനുസരിച്ച് ചിലപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർലി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് അപ്ഡേറ്റ് വന്നതെന്ന്. ഈ അപ്ഡേറ്റ് ആക്ച്വലി മെയിൻലി വന്നത് PCIe M.2യുടെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും കുറച്ചുകൂടെ അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ആൻഡ് അതിൻ്റെ താഴെ ഒരു യെല്ലോ കളർ സ്റ്റാറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ASRock do not recommend updating this BIOS if Pinnacle, Raven or Summit Ridge CPU is being used on your system. So അതിൻ്റെ അർത്ഥം പഴയ CPU ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബയോസ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് 1600 ആണ്. 1600 എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ പിനക്കിൾ റിഡ്ജിൽ വരുന്ന ഒരു CPU ആണ്. സോ അതുകൊണ്ട് എന്തായാലും ഞാൻ ബയോസ് ഇതിൽ അപ്ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ CPU മദർ ബോർഡ് അനുസരിച്ച് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ CPUന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് കാണിക്കാൻ കറക്റ്റായിട്ട് പറ്റത്തില്ല. സ്റ്റിൽ ആസ്റോക്കിൻ്റെ തന്നെ ബയോസ് അപ്ഗ്രേഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു ഹെൽപ്പ് പേജ് ഉണ്ട്. സോ സിമ്പിൾ പ്രോസസ് ആണ്. ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ബിൽഡിൽ ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ വീഡിയോ എടുത്ത് ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ. മദർ ബോർഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈവേഴ്സും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഡ്രൈവേഴ്സ്, NVIDIAയുടെ ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് NVIDIA 1650 സൂപ്പർ ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് തന്നെ NVIDIAയുടെ ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതും ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി NVIDIA ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് എന്ന്. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ആയിരിക്കും NVIDIAയുടെ ഡിസ്പ്ലേ ഡ്രൈവേഴ്സിൻ്റെ വെബ്സൈറ്റ്. ഇത് വേറെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യല്. ഓൺലി NVIDIAയുടെ ഒറിജിനൽ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. www.nvidia.com എന്നാണ് ഒറിജിനൽ വെബ്സൈറ്റ്. സോ ഇതേ വെബ്സൈറ്റിൽ നിന്ന് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വരുന്ന ഒറിജിനൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്, NVIDIA ഡ്രൈവേഴ്സ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ്. സോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഏത് ഗ്രാഫിക്സ് കാർഡ്സ് ആണുള്ളത്. നമ്മൾ എന്തായാലും GeForceൻ്റെ ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. പ്രോഡക്റ്റ് സീരീസ് വരുന്നത് 16 സീരീസ് ആണ്. 16 സീരീസിലെ 1650 സൂപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 1650 സൂപ്പർ
സെലക്ട് ചെയ്തു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ വിൻഡോസ് 10 64 ബിറ്റ് ആണ്. സോ അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സ്റ്റുഡിയോ ഡ്രൈവേഴ്സ് ആണോ അല്ലെങ്കിൽ ഗെയിം റെഡി ഡ്രൈവേഴ്സ് ആണോ യൂസ് ചെയ്യേണ്ടത്, അതാണ് ചോദിക്കുന്നത്. സ്റ്റുഡിയോ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻ കേസ് പ്രൊഫഷണൽ യൂസിനാണ് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എഡിറ്റിംഗ് അല്ലെങ്കിൽ റെൻഡറിംഗ് ഇതുപോലത്തെ എന്തെങ്കിലും 3D റിലേറ്റഡ് കണ്ടന്റിനാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റുഡിയോ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യാം. ഗെയിം റെഡി ഡ്രൈവേഴ്സ് നമ്മൾ എന്തായാലും ഗെയിമിംഗ് പേർപ്പസിനായതുകൊണ്ട് തന്നെ ഗെയിം റെഡി ഡ്രൈവേഴ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് US സെലക്ട് ചെയ്ത് സെർച്ച് അടിച്ചാൽ മതി. സെർച്ച് അടിക്കുമ്പോഴത്തേക്ക് ഇതിൽ കാണിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഏതാണെന്നുള്ളത്. സോ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ റൺ ഓപ്ഷൻ അടിച്ചാൽ മതി. ഇത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇൻസ്റ്റലേഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. സോ അത് ഡൗൺലോഡ് ആകുന്ന ടൈമിൽ നമുക്ക് AMD ഡ്രൈവേഴ്സ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. AMD ഡ്രൈവേഴ്സും സിമ്പിൾ ആണ്. ഗൂഗിളിൽ പോയിട്ട് AMD ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് എന്ന് സെർച്ച് അടിച്ചാൽ മതി. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ആണ് AMD ഡ്രൈവേഴ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ റേഡിയോൺ ഗ്രാഫിക്സ് കാർഡ്സ്. സോ ഫസ്റ്റ് വരുന്ന ലിങ്കിലാണ് നമ്മൾ പോകുന്നത്. സോ ഇതാണ് AMD ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്. സോ ഇതിലും സെയിം പ്രോസസ് തന്നെയാണ്. നിങ്ങൾ ഏതാണോ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത് അത് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ ഫസ്റ്റ് ബോക്സ് ആണ് ഏതാണ് നമ്മൾ പ്രോഡക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. നമ്മൾ ഗ്രാഫിക്സ് കാർഡ്സ് ആണ് നോക്കുന്നത്. സോ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് സീരീസിലാണ് വരുന്നത്, 500 സീരീസ് ആണോ അല്ലെങ്കിൽ R9 സീരീസ് ആണോ. 500 സീരീസ് നമ്മൾ അടിച്ചു നോക്കാം. 500 സീരീസിൽ നമുക്ക് RX 590 ഉണ്ട്, 580, 570 ഉണ്ട്. ഏതാണോ നിങ്ങളുടെ ഡ്രൈവേഴ്സ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് അടിക്കുക. സോ AMD ഗ്രാഫിക്സ് കാർഡ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ AMDയുടെ ഗ്രാഫിക്സ് കാർഡ്സ് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് ജസ്റ്റ് സബ്മിറ്റ് അടിച്ചാൽ മതി. സബ്മിറ്റ് അടിക്കുമ്പോഴത്തേക്ക് സെയിം പ്രോസസ് ഡൗൺലോഡ് ആയി ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും AMDയുടെ ഡ്രൈവേഴ്സ്. സോ നമ്മുടെ NVIDIA ഡ്രൈവേഴ്സ് എന്തായാലും ഡൗൺലോഡ് ആയി ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. സോ NVIDIA ഗ്രാഫിക്സ് ഡ്രൈവേഴ്സ് 451.67 വേർഷൻ. സോ രണ്ട് ഓപ്ഷൻ നമ്മളോട് ചോദിക്കും, NVIDIA ഗ്രാഫിക്സ് ഡ്രൈവേഴ്സ് ആൻഡ് GeForce എക്സ്പീരിയൻസ് എന്ന സോഫ്റ്റ്വെയറും വേണോ അല്ലെങ്കിൽ ഓൺലി ഡ്രൈവേഴ്സ് മാത്രമാണോ എന്ന്. സോ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഏതാണോ ഓപ്ഷൻ അത് സെലക്ട് ചെയ്തിട്ട് അഗ്രി ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടിന്യൂ അടിച്ചിട്ട് വീണ്ടും ഫസ്റ്റ് വരുന്ന ഡിഫോൾട്ട് എക്സ്പ്രസ് ഇൻസ്റ്റലേഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് റിക്കമെൻഡഡ് മെത്തേഡ്. സോ ബൈ ഡിഫോൾട്ട് അത് തന്നെ ആയിരിക്കും. NVIDIAയുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. കുറച്ച് സമയം ഇൻസ്റ്റലേഷൻ എന്തായാലും എടുക്കും. GeForce എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് NVIDIAയുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഗ്രാഫിക്സ് കാർഡ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസും അതിൽ പല കസ്റ്റമൈസേഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ ഫൈനലി NVIDIAയുടെ ഡിസ്പ്ലേ ഡ്രൈവേഴ്സിന്റെ ഇൻസ്റ്റലേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്തേക്കാം. സോ NVIDIA ഗ്രാഫിക്സ് കാർഡ്സിന്റെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. താഴെ ടാസ്ക് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ NVIDIA കൺട്രോൾ പാനലിന്റെ ഒരു ഐക്കോൺ വന്നിട്ടുണ്ടാകും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡ്സിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളും ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ NVIDIA കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നതാണ് വേർഷൻ ഏതാണോ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ ഇവിടെ കാണാൻ പറ്റും. ഗ്രാഫിക്സ് കാർഡ്സിന്റെ മോഡലും കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഗ്രാഫിക്സ് കാർഡ്സിന്റെ പല സെറ്റിംഗ്സും ചേഞ്ച് ചെയ്യാം. മോണിറ്ററിന്റെ റിഫ്രഷ് റേറ്റ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്ന ഇവിടെയാണ്. താഴെ ഡിസ്പ്ലേ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് റെസൊല്യൂഷൻ എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് തോന്നുവാണ് എക്സാക്ട് നിങ്ങളുടെ മോണിറ്ററിന്റെ റിഫ്രഷ് റേറ്റ് അല്ല വർക്കിംഗ്, നിങ്ങൾ ഇൻ കേസ് 75 ഹെർട്സിന്റെ മോണിറ്റർ ആണ് വാങ്ങിയത് ആൻഡ് ചിലപ്പം 60 ഹെർട്സ് ബൈ ഡിഫോൾട്ട് 60 ഹെർട്സിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. സോ അത് ചേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ്. റെസൊല്യൂഷൻ എത്രയാണ് നമ്മുടെ ഇപ്പോൾ കറന്റ് റെസൊല്യൂഷനും കാണിക്കുന്നുണ്ട്. സോ അത് 60 ഹെർട്സ് ആണ് കിടക്കുന്നത്. സോ നിങ്ങളുടെ മോണിറ്ററിന്റെ റിഫ്രഷ് റേറ്റ് എത്രയാണോ അത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ അടിച്ചാൽ മതി. ഞാൻ എന്തായാലും 165 ഹെർട്സ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ അടിക്കാൻ പോവാണ്. സോ ഇപ്പോഴാണ് നമ്മുടെ ആക്ച്വൽ മോണിറ്ററിന്റെ റിഫ്രഷ് റേറ്റിൽ മോണിറ്റർ വർക്ക് ആകുന്നത്. ഇതേ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് താഴെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റപ്പ് G-Sync എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ മോണിറ്റർ G-Syncuമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു മോണിറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളുടെ മോണിറ്റർ G-Sync കമ്പാറ്റബിൾ ആണെങ്കിൽ G-Sync അത് എനേബിൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന മോണിറ്റർ എന്തായാലും G-Sync കമ്പാറ്റബിൾ മോണിറ്റർ അല്ല എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്കിത് യൂസ്ലെസ് ആണ്. സോ ഞാൻ പറഞ്ഞു വന്നത് G-Sync എനേബിൾ മോണിറ്റേഴ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ G-Sync കമ്പാറ്റബിൾ ആയിട്ടുള്ള FreeSync മോണിറ്റേഴ്സ് ആണെങ്കിലും സെറ്റിംഗ് ഇവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് G-Sync. സോ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. എല്ലാ ഡ്രൈവേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. NVIDIAയുടെ ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തു, മദർ ബോർഡിൻ്റെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. ഓൾസോ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടിഷനിങ് അല്ലെങ്കിൽ അലൊക്കേറ്റ് അല്ലാത്ത സ്പേസ് നമ്മൾ അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, വിൻഡോസ് ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യാം, വിൻഡോസിനെ ഇൻസ്റ്റാൾ ചെയ്ത് അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്തു. ഓൾസോ ബയോസിൽ കയറി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ബയോസിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും, ഈവൻ റാം എങ്ങനെ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും XMP പ്രൊഫൈൽ യൂസ് ചെയ്ത്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഓൾമോസ്റ്റ് ഒരു പുതിയ PC, ഒരു ബേസിക് പുതിയൊരു PC നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം PC ഓടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഐ തിങ്ക് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല ബേസിക് യൂസിന് വേണ്ടി എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെന്ന്. ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തെങ്കിലും സോഫ്റ്റ്വെയർസോ ആപ്സോ ഗെയിംസോ ഒക്കെ ഇനി നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് PC ബിൽഡ് ചെയ്തത് അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ലെറ്റ്സ് ബിൽഡിന്റെ ഫൈനൽ 3rd എപ്പിസോഡ് ആയിരുന്നു. ഒരു PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് എന്തൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു PC ബിൽഡ് ചെയ്ത് പോസ്റ്റ് PC ബിൽഡിംഗ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്നാണ്. അത്യാവശ്യം ഒരു ബേസിക് PCക്ക് വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ
ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ഫ്യൂച്ചർ ചെറിയ എപ്പിസോഡ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഫ്യൂച്ചറിൽ ലെറ്റ്സ് ബിൽഡിന്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് വീഡിയോസ് വരുന്നതായിരിക്കും, ഓരോ ചെറിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. അതിൽ ഓവർ ക്ലോക്കിംഗ് വരുന്നുണ്ട്, അതേപോലെ ബയോസിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ എയർ കൂളർ അല്ലെങ്കിൽ ഓൾ ഇൻ വൺ വാട്ടർ കൂളർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സിംഗിൾ ചെറിയ വീഡിയോസിൽ ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും തട്ടിക്കൂട്ട് സെറ്റപ്പ് വെയിറ്റിംഗിലാണ്, കുറെ എൻട്രീസ് വന്നിട്ടുണ്ട്. സോ പലരും വെയിറ്റിംഗിലാണെന്ന് എനിക്കറിയാം. തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണ് ഇനി കുറച്ച് വരാനുള്ളത്. അതേപോലെ ബാക്കി നോർമൽ പി സിയുടെ എല്ലാം യോ ബജറ്റ് ബിൽഡിന്റെ കുറച്ച് വരാനുണ്ട്, കാരണം പുതിയ ഗ്രാഫിക്സ് കാർഡ്സും പുതിയ പ്രോസസേഴ്സും വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി പഴയ പ്രോസസേഴ്സ് ആൻഡ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസസ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ ഒരു മാസം കഴിഞ്ഞ് എന്തായാലും ഒരു നല്ല ടൈം ആയിരിക്കും പി സി ബിൽഡ് ചെയ്യാൻ വേണ്ടി. സോ YBB യോ ബജറ്റ് ബിൽഡിന്റെ സെഗ്മെന്റ് വീഡിയോസും വരുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വീണ്ടും ലെറ്റ്സ് ബിൽഡിന്റെ ഓരോ ചെറിയ ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. അതുവരെ എന്തായാലും നിങ്ങൾ ഈ ലെറ്റ്സ് ബിൽഡിന്റെ 3 വീഡിയോസും കണ്ടിട്ട് പി സി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അതേപോലെ പി സി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഒരു നല്ല പി സി അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക്സ് എല്ലാം ഉണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറിയാൽ മതി, പിള്ളേർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഐ ഹോപ്പ് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാകും, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാകും. എനിക്ക് വരുന്ന കമൻസ് വെച്ച് ഞാൻ പറയുവാണ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒക്കെ പി സി ബിൽഡിംഗ് എങ്ങനെ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ആൻഡ് കലീഗ്സിന് ഇത് ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക. എന്തായാലും അടുത്തൊരു എക്സൈറ്റിംഗ് നല്ല വീഡിയോയിൽ കാണാം. Till then, be positive and stay happy and keep building.